നീ പറ ഇതിന്റെ ഉപയോഗം എന്താ? ഇതിന്റെ ഉപയോഗം എന്താ? എനിക്കിത് പഠിപ്പിച്ചു എന്തൊരിത്? അതെന്തൊരത്? താടിയാ? ദൂണ്ട വരുന്നതാണ് എൻ്റെ അനിയൻ. എന്തോ സംഭവം കാണിക്കാൻ പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. എന്താണ് മകനെ നിനക്ക് കാണിക്കാനുള്ളത്? ഇതെന്താ? ഇതാ ഇന്നലെ വാങ്ങിച്ചതാ ഗൈസ്. ഇന്നലെ 140 രൂപ കൊടുത്ത് ക്യാമലിന്റെ 180 രൂപ കൊടുത്ത് ക്യാമലിന്റെ അടിപൊളി ബോക്സിനെ വാങ്ങിച്ചത്. ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുത്തിരിക്കുക. ഇപ്പൊ അതിന്റെ കോല കണ്ട. ഇതെവിടെ ചെയ്തത് പറ? ആൾട്രേഷൻ ചെയ്തതെന്നാണ് പറയണത്. എന്തൊരു ആൾട്രേഷനാണ് ചെയ്തത്? എടാ എന്തുവാടെ ഇത്? ഇത് സ്റ്റിക്കറൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇതെന്തൊരിത്? ഇതെന്തൊരു ഇസ്ത്രി പെട്ടി? ഇസ്ത്രി ഇട്ടാ മോഹം? ഇവന് ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടാ. ഇതെപ്പോ ഷാവ് ചെയ്ത്? ഇങ്ങ് അടുത്ത് വന്നാണ്. ഇങ്ങോട്ട് വാ, കൈയ്യട്. ഇതെന്തൊരിത്? അതെന്തൊരത്? താടിയാ? ഏത് മൊഞ്ചത്തി പറഞ്ഞിട്ടാണ് മോയ്? എന്താ പറയാനുള്ളത്? ഞാൻ ഇന്നലെ വാങ്ങിച്ച ജോമെട്രി ബോക്സ്. അതെ അതെ. നല്ല ലുക്കായിരുന്നു. അത് ഫോട്ടോ കാണിച്ചു തരായിരുന്നു. എനിക്ക് മോഡിഫൈഡ് ചെയ്യുന്നു. ഞാൻ ഫുള്ള് മോഡിഫൈഡ്. കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കുവോ? ഇനി പറ. ഈ ഫ്രണ്ടും ബാക്കും എല്ലാം ഇവിടെ ഫുള്ള് സ്റ്റിക്കർ ഒട്ടിച്ച്, അതിന്റെ അകവും ഫുള്ള് സ്റ്റിക്കർ ഒട്ടിച്ച്, ഇവിടെയൊക്കെ വൺ സൈഡ് സ്റ്റിക്കർ ആയിരുന്നു. ഗൈസ്, കോമ്പസിന്റെ ഒക്കെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കിയാണ്. നിനക്ക് കോമ്പസ് എന്തെന്ന് അറിയാമോ? ഡിവൈഡർ എന്തെന്ന് അറിയാമോ? അതല്ലേ വേറൊരു സാധനം ഉണ്ടല്ലേ? പൊട്രാക്ടർ അല്ലേ? അല്ലേ മക്കളെ? ഒരു സ്കെയില്, ഒരു പെൻസില്, റബ്ബർ, ഇത്രയും മതി, വേറെ ഒന്നും വേണ്ട. ഇതിന്റെ ഉപയോഗം എന്താണ് പറ? നീ 10ാം ക്ലാസ് പഠിച്ചല്ലേ? എന്നെ പഠിപ്പിച്ചിട്ടില്ല. നീ പറ ഇതിന്റെ ഉപയോഗം എന്താ? ഇതിന്റെ ഉപയോഗം എന്താ? ക്യാമലിന്റെ അധികാരികൾ കാണുന്നെങ്കിൽ ഇത് മറ്റേ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയാ. ഓ ഇടത്തൊരു സാധനം ഇതല്ല. ഇതെന്താ? ഇത് മറ്റേ ഇത് ഇങ്ങനെയൊക്കെ വെക്കും. അറിയാമോ നിനക്ക്? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. പ്രൊഫഷണൽ കട്ട് അറിയാമോ? ഇവിടെ ഒന്നും ഒട്ടിച്ചില്ല. പ്രൊഫഷണൽ കട്ട് ഇപ്പം കാണിച്ചു. ഇവിടെയൊക്കെ കണ്ടോ? ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ അടിച്ചു കയറ്റി വെച്ച്. അല്ല ഇത് ആരാ അടിച്ചു തന്നത് നിനക്ക്? ഏത് കൂട്ടുകാരെ? എടാ ഇത്ര മനോഹരമായടാ ഈ സാധനം ഞാൻ വാങ്ങിച്ചത്. ഇന്നലെ എന്നെ കൊണ്ടുപോയി കടയെ കൊണ്ടുപോയി മനോഹരമായ ക്യാമലിന്റെ നീ വാറൊക്കരുത്. മനോഹരമായ ക്യാമലിന്റെ ജോമെട്രി ബോക്സിന്റെ കോലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാരക ലുക്ക്. കട്ടറും ചെയ്താ? ഇത് എത്ര രൂപയായി? അയ്യോ ചുമ്മാ വാങ്ങരുത്. ഒരുപാട് ഷോ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ അതും കൂടെ പഠിച്ചത്. കാരണം എനക്ക് ഉള്ളതും കൂടെ അത് എന്റെ ബ്ലോഗ്. അത് കുഞ്ചിന് മീശ വളർന്നു എന്നാണ് കുഞ്ചിനെ അവകാശപ്പെടുത്തുന്നു. നോക്കട്ടെ. അതെ വന്നു. താടിയും കൂടെ വന്നു വന്നോളൂ. മുടി നല്ല മുടി. എങ്ങനെ വെക്കൂ? അതുപോലും അറിഞ്ഞൂടാ അവൻ. എന്നിട്ടാണ് അവൻ ഇപ്പൊ കുഞ്ചിന്റെ ജോമെട്രി ബോക്സിന്റെ ആൾട്രേഷൻ പരിപാടികൾ നിങ്ങൾ കണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവനെ രണ്ടിനെ ബന്ധപ്പെട്ടാൽ മതി. നിന്റെ പേനയെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? എന്താ
റബ്ബർ Yeah, yeah, ഓ little. ബൈ ലിറ്റിൽ റബ്ബർ ഓ Yeah, ഫോക്കസ് കിട്ടുന്നല്ലോ ഓക്കെ ആ Yes. And ഇതിൽ മുന ഒടിഞ്ഞാൽ എൻ്റെ വെക്കാൻ വേറെ മുന അത് തന്നിട്ടില്ല. ഇടിക്കാൻ ഓക്കെ അവർ കാണുകയാണ് പരിഹാരമായിട്ട് അത് തരാം. ക്യാമൽ ആരടുത്ത് പറയുകയാണ് കുഞ്ചൻ്റെ ക്യാമലിരിക്കുന്ന ഇത് പെൻസിലല്ലേ ഇത് ഇത് ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പെൻസില് അതിങ്ങനെ ആക്കുമ്പം മുന വരുന്ന പെൻസില് അപ്പം അതിൽ മുന ഒടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് മുന വയ്ക്കാനുള്ള വേറെ മുന വയ്ക്കാനുള്ള തന്നിട്ടില്ല. അതുകൊണ്ട് കുഞ്ചന് ഒരു ഡസൻ മുന കൊടുക്കണമെന്ന് ക്യാമലിനോട് നമ്മൾ അപേക്ഷിക്കുകയാണ്. ഹലോ, അപ്പം നിങ്ങൾ കുഞ്ചൻ്റെ പിന്നെയും നിങ്ങൾ കുഞ്ചൻ്റെ കഥകളൊക്കെ കേട്ടല്ലോ. അപ്പോൾ